സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം 30 വാക്യം. ശാന്ത മനസ്സ് ദേഹത്തിനു ജീവൻ, അസൂയയോ അസ്ഥികൾക്ക് ദ്രവത്വം. ആരോഗ്യമുള്ള മനസ്സ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മനസ്സ് അസ്വസ്ഥമായാൽ ജീവിതം തന്നെ മടുപ്പായി മാറും. മനസ്സിൻ്റെ ആരോഗ്യം ഒരു പ്രധാന കാര്യമാണെന്ന് മനസ്സിലാക്കി അതിനെ പരിപാലിക്കാൻ ആധുനിക സമൂഹം തയ്യാറാകുന്നു. അനേക പരീക്ഷണ നിരീക്ഷണങ്ങളും ഈ ലക്ഷ്യത്തിനായി നിരന്തരം നടക്കുന്നുണ്ട്. ചിലത് ഗുണത്തിനായി ചെയ്യുമ്പോഴും കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കാറുമുണ്ട്. ആകയാൽ മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും പ്രാധാന്യമുള്ളതായി കണ്ട് അതിനായി ശ്രദ്ധയോടെ ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ശരീരവും മനസ്സും പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നു. രോഗാതുരമായ ശരീരം ഭൂരിഭാഗം പേരുടെയും മനസ്സിനെ തളർത്തുകയും മടുപ്പിക്കുകയും ചെയ്യുന്നു. അപൂർവം ചിലർ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുപോലെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സ് ക്ഷീണിച്ചാൽ ശരീരവും രോഗബാധിതമാവുകയോ ക്ഷീണിക്കുകയോ ചെയ്യാം. മനസ്സിനെ ആരോഗ്യത്തോടെ നിർത്തേണ്ടത് നല്ല ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനസ്സിനെ ദുഷിപ്പിക്കുകയും അതിൻ്റെ സമാധാനത്തെ കെടുത്തുകയും അതിനാൽ ജീവിതത്തെയും ശരീരത്തെയും ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് അസൂയ. എനിക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ അതിനെ ദോഷചിന്തയോടെ കാണുന്നതാണ് അസൂയ എന്ന് പറയാറുണ്ടെങ്കിലും ചിലർക്ക് തങ്ങൾക്ക് എത്രയുണ്ടെങ്കിലും അത് മറ്റൊരാൾക്കുണ്ടാകുമ്പോഴും അസൂയ ഉണ്ടാകാറുണ്ട്. അസൂയ എന്ന രോഗത്തെ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക? മറ്റുള്ളവർക്കുണ്ടാകുന്ന നന്മയിൽ സന്തോഷിക്കണം. അതിന് ദൈവിക സ്വഭാവം നമുക്കുണ്ടാവണം. ദൈവം എല്ലാവർക്കും നന്മ നൽകുന്നു. എനിക്ക് ദൈവം എന്തെല്ലാം തരാൻ ഇച്ഛിക്കുന്നുവോ അത് എനിക്ക് തന്നെ ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം അസൂയയ്ക്ക് ഒരു പരിധിവരെ മറുമരുന്നാണ്. എല്ലാവർക്കും ലഭിക്കുന്ന നന്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക, ഏവരെയും അനുഗ്രഹിക്കുക എന്നിവയും വളരെ ഫലകരങ്ങളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.